പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അനിയത്തി പിന്നെ അച്ഛൻ, അപ്പോൾ നമ്മളിവരെല്ലാവരും കൂടെ നെയ്യാറിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയൊന്നും ഇതുവരേക്കും നെയ്യാറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് നെയ്യാറിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് കാഴ്ചകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം കാട്ടിലെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നെയ്യാറെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് നെയ്യാറെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നദിയും കൂടിയാണ് നെയ്യാറെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചുമ്മാ നമ്മളിങ്ങനെ നെയ്യാറിലെ കാഴ്ചകൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് പോകുന്നൊരു യാത്രയാണ്, അല്ലാതെ ഫിഷിങ്ങും അങ്ങനെ ഒന്നുമില്ല ഇന്നത്തെ ഈ ഒരു യാത്രയിൽ കേട്ടോ. ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പം നമ്മുടെ വീഡിയോസ് കാണുന്നത് വളരെ കുറവാണ്. എന്നിരുന്നാലും ഞാൻ മാക്സിമം ഇതിനകത്തുള്ള കാഴ്ചകൾ എടുക്കുന്നത് പോലെ തന്നെ മാക്സിമം പുറത്തേക്കും ഇറങ്ങി വീഡിയോസ് ചെയ്യാനാണ് എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇതിനകത്തും പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളാണുള്ളത്. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്തോറും റിപ്പീറ്റബിൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മുടെ കണ്ടൻറ്റുകൾ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് നെയ്യാറിലേക്ക് തന്നെയാണ്. നെയ്യാറിൽ നമ്മൾ തോണിവിള തോട് വഴി നെയ്യാറിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത് പൊത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ വീടിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ടേ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു, അതുപോലെ തന്നെ ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ഈ ഒരു വഴിയുണ്ടല്ലോ, ഇവിടെ കൂടെയൊക്കെ തന്നെ തൊട്ട് നമ്മൾ അടുത്തെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് അണകാലാണ്. അണകാൽ സെറ്റിൽമെൻറ്റ് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയുള്ളൊരു സെറ്റിൽമെൻറ്റാണ് അണകാൽ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വഴി കൂടെയാണ് അണകാലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുളയട്ടയൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കാലിലാണെങ്കിൽ പിന്നെ ഈ കുളയട്ട കടിക്കാതിരിക്കേണ്ട ഉപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ നല്ല കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാവേ. മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള കുളയട്ട തന്നെയാണ് ഈ വഴിയിലെല്ലാം. എൻ്റെ കാലിലൊക്കെ നല്ല രീതിക്ക് കുളയട്ട കയറുന്നുണ്ട്. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു സമാധാനം കിട്ടും. അങ്ങനെ നമ്മളിത് ആ വീടിൻ്റെ ഇവിടുത്തെ ഒരു ചെറിയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ള കൃഷിവിളകളാണ്, നമ്മുടെ കൊച്ചിൻ്റെയൊക്കെ കൃഷിവിളകളാണ്. അവിടുത്തെ മഞ്ഞളൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അണകാൽ സെറ്റിൽമെൻറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അണകാലിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. 3 കിലോമീറ്ററിനകത്ത് വരും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാനായിട്ടേ. പഴയതുപോലെയല്ല, ഈ വഴിയിലൂടെയൊന്നും അങ്ങനെ ആരും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളയട്ടകളൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഈ വഴിയിലൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല, ഈ കാട്ടുപോത്തും മൃഗങ്ങളും ഒക്കെ ഇപ്പോൾ ആൾക്കാരൊന്നും നടക്കാറില്ലാത്തതുകൊണ്ട് ഈ മൃഗങ്ങളും പ്രധാനമായിട്ട് നടക്കുന്നത് നമ്മൾ നടക്കുന്ന ഈ ഒരു വഴിയിലൂടെയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടെ ഈ കുളയട്ടയും ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, അപ്പോൾ ഇതുവഴിയാണ് അണകാലിലേക്ക് KSEBിയുടെ കറണ്ട് പോയിരിക്കുന്നത്. ഈ കറണ്ട് വരുന്ന ആ ഒരു സമയത്ത് അണകാലിലേക്ക് റോഡൊന്നും ഇല്ലായിരുന്നേ. അതിന് ശേഷമാണ് അണകാലിൽ റോഡൊക്കെ ആയത്. അപ്പോൾ റോഡ് വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നടന്നു വന്നതാണ്ട് ഈ ഒരു കുഞ്ഞു വഴിയുണ്ട്, ഇതാണ് ആ ഒരു വഴിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടെ ആയിരുന്നു നമ്മുടെ ഊരിൽ അണകാലിൽ ഊരിലുള്ളവർ എത്തിപ്പെട്ടിട്ട് അവിടെ നിന്നും കോട്ടൂരേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അണകാലിൽ റോഡ് എത്തിയപ്പോൾ ഈ ഒരു വഴി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുളയട്ട നല്ല രീതിക്ക് തന്നെ ഈ ഒരു വഴിയിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അണകാലിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് അണകാൽ സെറ്റിൽമെൻറ്റ് എത്തുന്നതിന് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന കളിത്തിട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു നിരപ്പാർന്നൊരു പ്രദേശമാണ്. ഇന്നാൾ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ അത് അവിടെ നിൽക്കുന്ന പോത്ത്, പിന്നെ അതുപോലെ ഈ ആനയൊക്കെ ഉള്ള സമയത്ത് ഈ വലത്ത് സൈഡിൽ കണ്ട കുറേ ഇങ്ങനെ കൂവക്കാടുകളൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ആനകളൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു സ്ഥലത്താണ് വന്ന് ആഹാരം കഴിക്കാനായിട്ട്, ഈ ഒരു കൂവയൊക്കെ കഴിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്തും ഉണ്ടായിരുന്നു കുറേ ദിവസം മുന്നേ കാട്ടാന. അങ്ങനെ അതിനെയൊക്കെ നമ്മൾ ഓടിച്ച് ഉൾക്കാടുകളിലേക്ക് തുരത്തി വിട്ടു. അതിനുശേഷം ഇപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാട്ടാനയുടെ പ്രശ്നങ്ങളൊന്നും അധികമില്ല. ഈ കാട്ടാനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഊരിൽ ഒരുപാട് കൃഷി വിളകളൊക്കെ കാട്ടാനകൾ വന്ന് നശിപ്പിക്കുകയെ. അപ്പോൾ ഏകദേശം നമ്മൾ അണകാലിലേക്ക് എത്താറായിട്ടുണ്ട്.
നമുക്ക് കുറച്ച് മുന്നിൽ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ കൃഷിവിളകളും ഇവിടുത്തെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. രാവിലെ തന്നെ അഗസ്ത്യാർ കൂടൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതാ നല്ല പച്ച പിടിച്ച് കിടപ്പുണ്ട് ഈ ഒരു സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ 180pയിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണമെന്ന് പറയുന്നത് 4Kയിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ അല്പം പാടാണ്. അപ്പോൾ ഞാൻ 180യിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന ആ വഴിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിപ്പം പോകുന്ന വഴിയാണ് നമ്മുടെ ഒരു മാമൻ്റെ വീട്. അപ്പോൾ വീരപ്പൻ എന്ന് പറയും മാമൻ്റെ പേര്. അപ്പോൾ ഈ വീരപ്പൻ മാമൻ്റെയൊക്കെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ അണകാല് വഴി തീർത്ഥക്കരയിലേക്ക് യാത്ര ചെയ്യുന്നത്. കുറച്ച് ദിവസം മുന്നേ തന്നെ നല്ല രീതിക്കുള്ള വേനൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. പച്ചപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ പച്ചപ്പ്. ഈ ഭാഗത്തെല്ലാം അണകാൽ ഊരിലുള്ള കുറച്ച് പേരുടെയൊക്കെ കൃഷിവിളകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രധാനമായിട്ട് കവുങ്ങൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ കസ്തൂരി മഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞക്കൂവ എന്ന് പറയുന്ന തരത്തിലുള്ള കസ്തൂരി മഞ്ഞളാണ് ഈ കിടക്കുന്നത്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതല്ല. അങ്ങനെ നമ്മളിതാ അണകാലിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു കുളമുണ്ട്. ഇതാണ്ട് ഇവിടെയാണ് ആ ഒരു കുളം ഉള്ളത്. അപ്പോൾ എത്ര വേനലടിച്ച് കഴിഞ്ഞാലും ഈ ഒരു കുളം ഒന്നും വറ്റിപ്പോകത്തില്ല കേട്ടോ. എത്ര വേനലടിച്ചാലും ഈ ഒരു കുളമൊന്നും വറ്റിപ്പോകത്തില്ല. ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള നമ്മൾ പറഞ്ഞില്ല വീരപ്പ മാമൻ, അവരൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു കുളത്തിൽ നിന്ന് തന്നെയാണ് ഈ കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടത്തൊക്കെ കാണുന്നത് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ അവരുടെ കൃഷി വിളകളൊക്കെയാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് യാത്ര ചെയ്യുവാണേ. കുറച്ച് മുന്നിലൂടെ പോകുമ്പോഴാണ് അവരുടെ വീടെത്തുന്നത്. പിന്നെ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് നേരെ നെയ്യാറിലേക്കുള്ള യാത്ര തിരിക്കാവേ. അങ്ങനെ ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് കശുമാവും അതുപോലെ മാവും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് പണ്ടാ മാമനൊക്കെ താമസിച്ചതാണ്ട് ബേക്കിൽ ഈ ഭാഗത്താണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ മുന്നിലേക്ക് യാത്ര ചെയ്യാവേ. അപ്പം അന്ന് ഇവർക്ക് KSEBയുടെ കറണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ് ചെറിയൊരു ഷെഡ് അടിച്ചതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് മുൻപിൽ പോകുമ്പോഴാണ് ആ ഒരു മാമൻ്റെയൊക്കെ വീടുള്ളത്. ഇതാണേ നമ്മുടെ ആ ഒരു മാമൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവരെ ഇവിടെ കാണാനില്ല. നമ്മളത് ഇവിടെ നിന്ന് മുന്നിലോട്ടുള്ള ഒരു കുഞ്ഞു വഴിയുണ്ട്. ആ കുഞ്ഞു വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിൽ എല്ലാം വഴി നമ്മുടെ ആ ഒരു മാമൻ്റെയൊക്കെ വീടാവുമേ. അങ്ങനെ ഇതാ ഈ കാണുന്നത് അണകാലിലേക്കുള്ള പ്രധാന റോഡാണ്. അപ്പോൾ ഈ ഒരു റോഡ് മാർഗ്ഗമാണ് ഇവർ കോട്ടൂരിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ തൊട്ട് താഴെ ഒരു വീടുണ്ട്, നമ്മുടെ വീരപ്പ മാമൻ്റെയൊക്കെ ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടാണ് ഇനി അവരെയൊക്കെ ഒന്ന് വിളിച്ച് കൂട്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇവരുടെ വീടെന്ന് പറയുന്നത്. ഒരു ഈറ മേഞ്ഞിട്ടുള്ളൊരു വീടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ പുതിയ വീട് ഇതാ ഇവിടെ ഉണ്ട്, ടെറസ് വീടാണ് അത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം അണകാലാണ്. അണകാലിൽ നിന്നും നമ്മുടെ കുറച്ച് മാമന്മാരും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ നെയ്യാറിലേക്ക് യാത്ര ചെയ്യുന്നത്. അണകാലിൽ നിന്ന് തീർത്ഥക്കരയിലേക്കുള്ള യാത്ര ചെയ്യുവാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ സമയത്ത് ഇവിടെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മളിതാ അണകാൽ സെറ്റിൽമെൻറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. നമുക്കിവിടെ നിൽക്കുമ്പം തന്നെ അഗസ്ത്യാർ കൂടവും അതുപോലെ ഇതാ നല്ല പച്ചപ്പും അതിൻ്റെ നടുക്കൂടെ നല്ല മൺറോഡും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടത്തൊക്കെ ഈ ഭാഗത്തെല്ലാം ഇവരുടെ പ്രധാനമായിട്ടുള്ള കൃഷിവിളകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയും ഈ വഴിയുടെ 2 ഭാഗത്തെല്ലാം നിലവിലുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ 1, 2, 3, 4, 6, 7 പേരുണ്ട് നമ്മൾ മൊത്തത്തിൽ നെയ്യാറിലേക്ക് പോകുന്നത്. നമ്മൾ അണകാൽ സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അണകാലിൽ നിന്നും നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അണകാലിലെ. നമ്മൾ ഇതിലെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, നമ്മളിപ്പം കണ്ടതുപോലത്തെ വീടുകൾ. അപ്പോൾ ഇവിടെ നിന്ന് മുന്നിൽ കാണുന്നതാണ് അഗസ്ത്യാർ കൂടം. അതോടൊപ്പം തന്നെ നമ്മൾ ആ വഴിയിൽ നിന്ന് ആ റോഡ് വഴിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ നെയ്യാറിലേക്ക് പോകുന്ന നമ്മുടെ പ്രധാന വഴിയുള്ളത്. അപ്പോൾ നമ്മൾ ഈ വഴി മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇത് നെയ്യാറ് പോകും. ഇത് ഇങ്ങോട്ട് കിടക്കുന്ന ഈ വഴി നടന്നു കഴിഞ്ഞാൽ നമ്മൾ തൊണ്ടൻ കല്ലുവിള വിള എന്ന് പറയുന്ന ഊരുകളൊക്കെ വഴി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ അതാ ടോപ്പിൽ പൊങ്ങി കാണുന്ന നാച്ചിയർ മുട്ടയാണ്. അതാ ഇങ്ങോട്ട് കാണുന്നത് അഗസ്ത്യാർ കൂടവും അതിൻ്റെ കുറേ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മളിതാ യാത്ര തിരിക്കുകയാണ്. നല്ല പച്ചപ്പ് കേട്ടോ. കുറേ വേനലൊക്കെ ഇങ്ങനെ അടിച്ചു നിന്നതിന് ശേഷം നല്ല ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ പ്രകൃതിയിലെ ഈ പുല്ലുകളും അതുപോലെ തന്നെ മറ്റ് മരങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങനെ തിളർത്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വഴി ഇപ്പോൾ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്.
ഈ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വഴി വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് തീർത്ഥക്കര, അതുവഴി നെയ്യാറ്, പിന്നെ കല്ലാറ്, അഗസ്ത്യാർകൂടം ആ സൈഡിലൊക്കെ ഈ ഒരു വഴി പോകുന്നുണ്ടേ. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലെത്തുമ്പോൾ ആലൂരൻകാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആലൂരൻകാവ് തോട്, ആലൂരൻകാവ് തോട്ടുമുക്ക് എന്നൊക്കെ പറയുന്നൊരു സ്ഥലം. അതൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം. എന്തായാലും നമുക്ക് ഇനി അടുത്ത് നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ആലൂരൻകാവ് തോടാണേ. പോകുന്ന വഴിയിൽ ഇതാ ചളയൊക്കെ ഇരിപ്പുണ്ടേ. ഇതാ ചളയൊക്കെ നന്നായിട്ട് കായ്ച്ചിരിപ്പുണ്ട്. ചളച്ചെടി ഈന്തെന്നൊക്കെയാണ് മലപ്പുറം ഭാഗത്തൊക്കെ ഇതിനെ പറയുന്നത്. ഇത് അടിപൊളിയായിട്ട് അതിങ്ങനെ കായ്ച്ചിരിപ്പുണ്ട്. ഇതാ ഇങ്ങോട്ടൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമ്മൾ കാട്ടിലേക്കൊക്കെ പോകുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടന്നൽ. ഈ കടന്നലിൻ്റെ സീസണാണ്. കൂടം കടന്നലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിപ്പാവും. അപ്പം അത്രയ്ക്കും വേദനയാണ്. ഒരുപാട് കടിച്ചു കഴിഞ്ഞാൽ ഡെത്തായി പോവുകയും ചെയ്യും, സമാധിയാവും അല്ലെണ്ണ. കാട്ടിൽ തന്നെ വലുതായിട്ടുള്ള കടന്തകളിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് കൂടം കടന്തയും പിന്നെ വായം കടന്തയും. കൂടം കടന്തയെന്ന് പറയുമ്പോൾ ഈ വെള്ള കളറിൽ കൂടുകൂട്ടിയിരിക്കുന്ന കടന്തലാണേ. പിന്നെ അടുത്തത് വായം കടന്തൽ. ഇത് മറ്റേ ഈ ചിതൽപുറ്റിൻ്റെ വായ്ക്കകത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടിരിക്കുന്നത്, മണ്ണിനകത്തൊക്കെയാണ് ഇരിക്കുന്നത്. അതാണ് അതിനെ വായം കടന്ത എന്ന് പറയുന്നത്. അപ്പം അതും കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ്. അതും കുത്തിക്കഴിഞ്ഞാലും ചാകാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലെന്നാണ് പറയുന്നത്. അതുപോലെ കൂടം കടന്തയും തലയിലൊക്കെ ഇട്ട് ഒരുപാട് കടിക്കുകയാണെങ്കിൽ നമ്മൾ ചത്തുപോകും. അതാണ്. അപ്പോൾ ആലൂരൻകാവ് തോട്ടിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടേ. അത്യാവശ്യം വലിയൊരു നിബിഡമായിട്ടുള്ള വനമാണ്. അപ്പോൾ ഇതാണ് ആലൂരൻകാവെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വലിയ മരങ്ങളും കുറച്ച് ഇരുണ്ട കാടാണ് ഇവിടെ ആലൂരൻകാവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഒരു ചെറിയൊരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ തോടൊക്കെ കയറിയാണ് നമ്മൾ മുന്നിലേക്ക് യാത്ര ചെയ്യേണ്ടതേ. പിന്നെതാ നമ്മൾ ആലൂരൻകാവ് തോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ആലൂരൻകാവ് തോടെന്ന് പറയുന്നതേ. അപ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ ഈ തോട് ഒലിച്ചു പോകുന്നുണ്ട്. കുറച്ച് മുകളിൽ നിന്നാണ് ഈ ഒരു തോട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയത്തൊക്കെ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ തോട്ടിലെല്ലാം. അപ്പോൾ ഈ ഒരു തോടിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മുന്നിലോട്ടാണ് കിടക്കുന്നത് വഴി. അപ്പോൾ ഈ കുറച്ച് ഈ നിബിഡമായിട്ടുള്ള വനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുന്നിലേക്കുള്ളത് പിന്നെ പുൽക്കാടുകളാണ്. പിന്നെ നമ്മൾ തീർത്ഥക്കര എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പിന്നെയും നല്ല ഇരുണ്ട കാടുകളും അടുത്ത കാഴ്ചകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതേ. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ അങ്ങ് മുന്നിലേക്ക് പോവേ. പോകുന്ന വഴിയിൽ കാണുന്നൊരു മരമാണേ, മരുതെന്നാണ് ഈ ഒരു മരത്തിൻ്റെ പേര്. അത്യാവശ്യം ഒരു ബലമൊക്കെ ഉള്ള മരമാണ്. പിന്നെ നമുക്ക് ഈ ഫർണിച്ചർ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ മരുത് മരം. വിറകിനായിട്ടൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു മരമാണേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. നല്ലതായിട്ട് കത്താനായിട്ടുള്ള സാധ്യതയുണ്ട്, തീ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും ഈ മരുതിൻ്റെ വിറകൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആലൂരൻകാവ് കഴിഞ്ഞിട്ടുണ്ട്. ആലൂരൻകാവ് കഴിഞ്ഞ് പിന്നെയും നമ്മളൊരു പുൽമേട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആലൂരൻകാവിന് ഇക്കരെ തൊട്ട് പുലയന്തേനറത്തെ പേവ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ വരെയെല്ലാം ഭയങ്കരമായിട്ടുള്ള പുൽക്കാടുകളാണ്. നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഈ നെയ്യാറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവിടെയെല്ലാം മഴക്കാലം വരുന്ന സമയത്ത് കാട്ടാനകളും അതുപോലെ കാട്ടുപോത്തുകളും മറ്റ് വന്യമൃഗങ്ങളെല്ലാം പ്രധാനമായിട്ട് വന്ന് നിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം. വേനൽ സമയമാകുമ്പം ഈ ഭാഗത്തെല്ലാം കാട്ടുതീയൊക്കെ ഇട്ട് ഈ പുല്ലെല്ലാം കത്തിച്ച് കളയേ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾക്ക് ആഹാരം കിട്ടത്തില്ല വേനലാകുമ്പോൾ. അപ്പോൾ ഈ തീയിടുമ്പോൾ ഈ പുല്ലൊക്കെ നന്നായിട്ട് തിളിർക്കുവേ. അപ്പം അങ്ങനെ തിളിർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല നല്ല തിളിർപ്പുകൾ കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മുടെ കാട്ടുപോത്ത്, പിന്നെ അതുപോലെ ആന. പിന്നെ കാട്ടുപോത്താണ് പ്രധാനമായിട്ട് ഈ പുല്ല് കഴിക്കുന്നത്. ആന പ്രധാനമായിട്ടും കഴിക്കുന്നത് ഈ കൂവ, പിന്നെ ഈറ, ഇതൊക്കെ തന്നെയാണ് ആനയുടെ പ്രധാനമായിട്ടുള്ള ആഹാരം. അങ്ങനെ നമ്മൾ പുലയന്തേനറത്തെ പേവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. തൊട്ട് ഫ്രണ്ടിലാണ് ആ ഒരു പേഴുമരം നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് സൈഡ് ആണ് ഇപ്പം നമ്മൾ പോകുന്ന വഴി. അതാണ്ട് ഇത് കണ്ട, ഇതാണ് ആ ഒരു പേഴുമരം. പിന്നെ ഇടത്തെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നെയ്യാറിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മൾ വലത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്, ഒരു കാട്ടുവഴി കൂടെ. കാട്ടുവഴി എന്ന് പറഞ്ഞാൽ ഇതൊരു ആനത്താരയും ഒക്കെയുള്ളൊരു വഴിയാണ്. ആനയൊക്കെ പ്രധാനമായിട്ടും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ആന വന്ന് മുറിഞ്ഞ് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്തൊക്കെ പോകുന്നത് നമ്മളിപ്പം പോകുന്ന
ഈ ഒരു വഴിയിൽ കൂടെയൊക്കെയാണ്. ആ സൈഡിൽ കൂടെ കാട്ടാനെ ചിലപ്പോൾ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആറ്റുവഴിക്ക് നെയ്യാറിലേക്ക് പോകുന്നത്. ആറ്റുവഴിക്ക് പോകുമ്പം അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ആറ്റുവഴി കൂടെ നമ്മൾ നെയ്യാറിലേക്ക് പോകുന്ന ഈ ഒരു വഴി. അപ്പുറത്തൂടെ പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്താം. ഈ വഴി കൂടെ പോയിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഇതെല്ലാം അണകാലിൽ നിന്നും ഈ നെയ്യാറിലേക്കൊക്കെ പോകുന്നവർ, അതായത് മീൻ പിടിക്കാനും മറ്റ് വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നൊരു വഴി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. തെക്കൻ കാടുകളിലേക്കൊക്കെ പോകുന്ന വഴി. ഫ്രണ്ടിൽ പോത്ത് വയ്ക്കുന്നുണ്ട്. പോത്ത് ഇതാ പോകണം. പോത്ത് പറ്റാം. ഇതൊക്കെ ആനയുണ്ടല്ലോ, ആന വന്ന് തള്ളിയിട്ടിരിക്കുന്നതാണ്. ആനയുടെ കാൽപ്പാടൊക്കെയാണ് കണ്ടോ. ഇതെല്ലാം ആനയുടെ കാൽപ്പാടാണ്. ആനയാണോ അതോ പോത്താണോ? കണ്ടിട്ട് പോത്തിൻ്റെ നടപോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ കാണുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു പുൽത്തടയൊക്കെ കഴിഞ്ഞേ. ഇപ്പോൾ നിത്യഹരിത വനമൊന്നുമല്ല, ഈ പുൽത്തകിടുകൾ കിടന്നിട്ട് കുറേ നാളിങ്ങനെ ഇത് കത്താതെ കിടക്കുമ്പം മരക്കാടുകളായിട്ട് മാറുവേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മരക്കാടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്പുറത്തൂടെ പോകുമ്പോൾ തോണിവിളത്തോടെന്ന് പറഞ്ഞൊരു തോടുണ്ട്. അപ്പോൾ തോണിവിളത്തോട്, അണകാലിത്തോട്, പിന്നെ അതുപോലെ തന്നെ ആലുരങ്കാവ് തോട്, ഈ തോടുകളെല്ലാം വന്ന് മുട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ ചെന്നെത്തുന്നത്. ഈ ഒരു വഴി കൂടെ എത്തുന്നത്. മറ്റേ വഴി കൂടെ നമ്മൾ പൊക്കഴിഞ്ഞാൽ ഈ ആറുകൾ ക്രോസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടേക്ക് എത്താറായിട്ടുണ്ട്. ഒരു ഭാഗം കണ്ടോ, ഇവിടെ എല്ലാം കുറച്ച് ദിവസം മുന്നേ ആനയുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. അത് കണ്ടോ, ഇത് ആനയുടെ പിണ്ടമാണ്. ഇതും ആനപ്പിണ്ടമാണ്. പിന്നെ ഈ ഭാഗത്ത് കണ്ടോ, ഇതും ആനപ്പിണ്ടമാണേ. അതേപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ടോ, ഇതും ആനപ്പിണ്ടമാണ്. ഇതെല്ലാം ഈ വേനൽ സമയമൊക്കെ ആകുമ്പോഴേ ഈ ആനകൾ പുഴയുടെ സൈഡിലൊക്കെ വന്ന് നിൽക്കും, ഈ തണുത്ത കാടുകളിൽ. കാരണം പുൽമേടുകളിൽ പോയി ഇങ്ങനെ ആഹാരം കഴിച്ച് നിന്നാലും ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സ്രോതസ്സൊന്നുമില്ല. അപ്പോൾ കാട്ടാനകൾ ഈ വേനൽ സമയം ആകുമ്പോൾ നേരെ ഈ ആറ്റിൻ്റെ സൈഡിൽ, തോടിൻ്റെ സൈഡിൽ, പിന്നെ ഈ നിത്യഹരിത വനങ്ങൾ പോലുള്ള തണുത്ത കാടുകൾ കാണുമല്ലോ, അപ്പം അത്തരം കാടുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ആഹാരം തേടിയിട്ടൊക്കെ ആന നിൽക്കുന്നത്. അപ്പോൾ ഈ വഴി നമ്മൾ പോകുന്ന വഴിയാണേലും ശരിക്കും കാട്ടാനയും കാട്ടുപോത്തും വന്യമൃഗങ്ങളെല്ലാം ഒരുപാട് അധിവസിക്കുന്ന അവരുടെയൊക്കെ കാടാണ് കേട്ടോ ഇതെല്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാടുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പുൽത്തകിടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ആറ്റിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു 2 ദിവസം നമ്മുടെ മലയ്ക്ക്. തിരുവനന്തപുരത്തും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തിട്ട് ഈ കലങ്ങല കാറ്റിലിറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ മീനുകൾ മുകളിലേക്ക് കയറി വരും. അപ്പോൾ ആ സമയത്തൊക്കെ മീനിങ് പിടിക്കാൻ, അതായത് ആ സമയത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോയാലും നന്നായിട്ട് നമുക്ക് മീനൊക്കെ കിട്ടുവേ. അപ്പോൾ ഇന്ന് മീൻ പിടിക്കാനല്ല, നമ്മൾ ശരിക്കും നെയ്യാറിൽ ഒന്ന് സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എത്തിപ്പെടുന്നത് നെയ്യാറിലേക്ക്. ഈ വഴി കൂടെ ഞാൻ ശരിക്കും ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് വരുന്നത്. പണ്ട് എപ്പോഴോ ഈ വഴിയിലൊക്കെ വന്നിട്ടുണ്ട്, ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്തെ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് പിന്നെയും ഈ വഴിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. തൊട്ട് താഴെ ആറുണ്ട്. അപ്പോൾ ആറ്റിൽ വെള്ളം ഇരയ്ക്കുന്നതിൻ്റെ വലിയ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമേ. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇരവും ആ സൗണ്ടും ഒക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുമേ. കടന്നൽ പതിയെ പോ. എവിടെ ഇരിക്കണേ? മുള്ളുവള്ളി കണ്ടായിരുന്നു. ഇറങ്ങിയ മുള്ളുവള്ളി ഉണ്ടോ? കണ്ടായിരുന്നു. ഓ ശരിയാണ്. അപ്പം അങ്ങനെ നല്ല പച്ചപ്പ് പിടിച്ച കാട്ടിലൂടെ നമ്മൾ ഏകദേശം തോണിവിളത്തോട്ടിൻ്റെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭയങ്കര സൗണ്ടായിരിക്കും ആറ്റിലെ സൗണ്ടെന്ന് പറയണത്. പിന്നെ നമ്മളിത് ബാക്കിൽ വന്നപ്പോഴും ഒരു കടന്ത കണ്ടു, മുന്നിൽ വന്നപ്പോഴും ഒരു കടന്ത കണ്ടു. അപ്പോൾ എല്ലാവരും വഴിയൊക്കെ മാറിയാണ് നടക്കുന്നത്. പ്രധാനമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പാമ്പ്,
പിന്നെ അതുപോലെ കടന്തൽ, അതൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് കാട്ടിലേക്ക് പോകുമ്പം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വന്യമൃഗങ്ങൾ അതിനിപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ലൈസൻസ് ഇല്ലാത്തൊരു നടത്തമായിരിക്കും. അത് ഏത് വഴി കൂടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. 2 തോടുകൾ വന്ന് മുട്ടുന്ന സ്ഥലമുണ്ടേ. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തോണിവിളത്തോട്, പിന്നെ അണകാലിത്തോട്, പിന്നെ 2 തോടുകൾ, പിന്നെ ആലൂരങ്കാവ് തോട്. ഈ തോടുകളെല്ലാം നെയ്യാറിലേക്ക് വന്ന് മുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ചെറിയ ചെറിയ തോടുകളെല്ലാം കൂടെ ആദ്യം വന്ന് തോണിവിളത്തോടിൽ മുട്ടും. ഈ തോണിവിളത്തോടാണ് പിന്നെ നേരെ പോയിട്ട് നെയ്യാറിലേക്ക് മുട്ടുന്നത്. അതായത് അണകാലിത്തോട് പിന്നെ ഈ ആലൂരങ്കാവ് തോട്, ഇത് രണ്ടും കൂടെ തോണിവിളത്തോട്ടിൽ വന്ന് മുട്ടുവേ. ഈ തോണിവിളത്തോട് നേരെ പോയി അടുത്ത് നെയ്യാറിൽ പോയിട്ട് മുട്ടും. ഈ തോണിവിളത്തോടിന് തന്നെ 2-3 പോഷക നദികളുണ്ട്. മഞ്ഞക്കളങ്കരയും തോട്, പിന്നെ നീലങ്കേറിയ തോട് എന്നൊക്കെ പറയുന്ന 2-3 തോടുകൾ ചേർന്നാണ് തോണിവിളത്തോടുണ്ടാകുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ആറുകളായിട്ട് വലിയ അത്യാവശ്യം വലിയ ആറുകളായിട്ട് രൂപപ്പെടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ വലിയ ആറായിട്ട് നെയ്യാറ് പോലുള്ള വലിയ ആറുകളിൽ എത്തിപ്പെട്ട് വലിയ ആറായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ആറ് വന്ന് കൂടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 2 തോടുകൾ വന്ന് മുട്ടുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതാ ഇവിടെയാണേ. നമ്മൾ നേരത്തെ മുറിച്ച് കിടന്നല്ലോ ഈ ആലൂരങ്കാവ് തോടെന്ന് പറയുന്നത്. അപ്പോൾ ആലൂരങ്കാവ് തോടും അണകാലി തോടും കൂടെ വന്ന് മുട്ടിയിട്ട് വരുന്ന ഒരു തോടാണ് ഈ തോടെന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ആറിലോട്ട് ചേരും. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ഇതാണ് തോണിവിളത്തോടെന്ന് പറയണത്. അപ്പോൾ ഇത് കാവ്യാർ വെട്ടിത്തിരിച്ച അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ആറാണ് ഈ കാണുന്ന തോണിവിളത്തോടെന്ന് പറയുന്നത്. അപ്പോൾ അത് അക്കരെ എല്ലാവരും ഈ കുളയട്ടേക്ക് എടുക്കാനായിട്ട് എല്ലാവരും അക്കരെ നിൽപ്പുണ്ട്. നമുക്ക് പതിയെ ഈ ആറൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നാണ് ഇത് 2 മുട്ടുന്നത്. ഈ ആറ് ഇങ്ങനെ വന്ന് മുട്ടും. മുകളിൽ നിന്ന് വരുന്ന ആ ഒരു ആറും ഇവിടെ വന്ന് മുട്ടും. എന്നിട്ട് നമ്മൾ പോകുന്ന തീർത്ഥക്കരയ്ക്ക് അവിടെ വെച്ചിട്ടാണ് ഇത് നെയ്യാറിലേക്ക് പതിക്കുന്നത്. അങ്ങനെ തോണിവിളത്തോടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് തോണിവിളത്തോടായിട്ടാണ് അറിയപ്പെടുന്നതും. നമ്മൾ ഇനി പോകുന്നതെല്ലാം ഈ തോണിവിളത്തോടെന്ന് പറയുന്ന തോട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വഴുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം താഴേക്ക് നമ്മൾ നടന്നാൽ മാത്രമാണ് നെയ്യാറിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഞാനിടുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ കാട്ടിലെ കാഴ്ചകൾ മാത്രമല്ല, മറ്റ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് നല്ല വീഡിയോസ് ഇടുമ്പം അതും എല്ലാവരും കണ്ടെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ നെയ്യാറിലേക്ക് എത്താറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ആറ്റിലൂടെ വരാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ അപ്പുറത്തെ സൈഡിലൂടെ നല്ല കാട്ടാനയുണ്ട്. വലിയ കാട്ടാന കൂട്ടങ്ങളൊക്കെ അതുവഴിയുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടാന കൂട്ടങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെ ആ റോഡിലൂടെയൊക്കെ പോകുന്നത് ശരിയല്ല. കാരണം ഈ ഭാഗമാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ ആന ഇറങ്ങി വരുന്നൊരു സ്ഥലമൊന്നുമല്ല ഈ ആറ്റിൻ്റെ വക്കെന്ന് പറയും, അതായത് കൊക്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 6 വഴി കൂടെ ഇറങ്ങിയത്. അപ്പോൾ 6 വഴി കൂടെ നമ്മൾ നെയ്യാറിലേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചകൾ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊന്നും കൂടെ നെയ്യാറിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നെയ്യാറെന്ന് പറയുന്നത്. അതൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അതുമല്ല നമ്മൾ ഈ വനത്തിനകത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന കാഴ്ചകളൊന്നുമല്ല ഇതെന്ന് പറയുന്നത്. ഇവിടെ ഒരു തടി വീണ് കിടപ്പുണ്ടേ. ഇതാണ് ആ തടി. അപ്പോൾ ഇത് കുനിഞ്ഞ് വേണം നമ്മൾ മേളത്തെ വഴി കയറി പോകാനേ. അയ്യോ, അത്യാവശ്യം കുനിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് സജിതയാണ് നടക്കാത്ത സജിത. അങ്ങനെ 6ന് മുകളിലൂടെ നെയ്യാറിലേക്ക് പോകുന്നൊരു ചെറിയൊരു വഴിയുണ്ടേ. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. എല്ലാവരും ഏകദേശം നമ്മൾ നെയ്യാറിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നല്ലൊരു കുളിയാണ്. കുളിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും നെയ്യാറിലോട്ട് പോണത്. പിന്നെ സ്ഥലവും കാണണം. ഞാൻ കുളിക്കാനാണ് വന്നത് കേട്ടാ. ഞാൻ നല്ല അടിപൊളിയൊരു കുളിയൊക്കെ കുളിക്കാനാണ് വന്നത്. ഗൈസ്, ഇതാണ് അമ്മ കേട്ടാ. ഇവർ പറയണത് ഇത്രയും മെനക്കെട്ടാണ് ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്, കുളിക്കാൻ വേണ്ടി. അമ്മയൊക്കെ സ്ഥലം കാണാൻ വന്നേണേ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ നെയ്യാറിൽ തീർത്ഥക്കര കോവിലിൽ
ഇങ്ങനെ കൊളുതിയൊക്കെ കൊടുക്കുമായിരുന്നേ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇടയ്ക്ക് അതിന് ശേഷം എപ്പോഴോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര അടുത്ത് കിടന്നിട്ട് തന്നെ ഇവിടെ വരെ അങ്ങനെ എപ്പോഴും എത്തിപ്പെടാനൊന്നും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ലേ. പിന്നെ ഇന്ന് കുറേ വരെ നമ്മൾ കൂട്ടി അങ്ങനെയാണ് യാത്ര ചെയ്യണത്. ഈ ഒരു ഭാഗത്തെല്ലാം കാട്ടാനകൾ വന്ന് ഇവിടുത്തെ കുറേ ഈറയും ഒക്കെ തിന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല വേങ്കുടിലായിരുന്നു, അതായത് ഈറക്കുടിൽ കണ്ട ഇതെല്ലാം നന്നായിട്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ട്. അതൊക്കെ ആന കഴിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. കണ്ട ഇത് ഭയങ്കര കുളയട്ട ശല്യമാണ് ഇവിടെ. കണ്ട ഭയങ്കര കുളയട്ടാണ്. കണ്ട കുളയട്ടയ്ക്ക് വേണ്ടി ഉപ്പാണ് കലക്കി വെച്ചിരിക്കുന്നത്. ഉപ്പ് നല്ല കട്ടിക്ക് കലക്കി നമ്മൾ വെള്ളം ആക്കി വെച്ച് കഴിഞ്ഞാൽ കുളയട്ട അപ്പം തന്നെ പോകും. മുകളിൽ നിന്നാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ നമ്മൾ പോകുന്ന ആറ്റിൻ്റെ ഇടത്തെ സൈഡൊക്കെ വലിയ വലിയ കയങ്ങളുണ്ട്. കയങ്ങളെന്ന് പറയുമ്പോൾ വലിയ ആഴമേറിയ കുഴികളാണ്. ആ കുഴികളെയാണ് കയങ്ങളെന്ന് പറയണത്. അപ്പോൾ അച്ഛൻ പരിചയപ്പെടുത്തി തരും. അത് കയത്തിൻ്റെ പേര് നമുക്ക് ചോദിച്ചിട്ട് പറയാവേ. ഈ കയത്തിൻ്റെ പേര് കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല കുഴികളാണ് ഇവിടെ എല്ലാം. എന്തായാലും ഞാൻ ഇതിൽ തന്നെ പോകുന്നത്. പിന്നെ ഇവിടുന്ന് ഈ ആറ് നെയ്യാറിലേക്ക് മുട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അത് വലിയ ദൂരമൊന്നുമില്ലേ. അപ്പോൾ ഇന്നലെ എത്രത്തോളം വലിയ മഴയാണെന്നറിയാം. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ആയിട്ട് 2-3 ദിവസം ഇവിടെ പെയ്തത്. അപ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. അതും വേനൽ മഴയാണ് പെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണേ. അപ്പോൾ നല്ല സീസണാകുമ്പോൾ എത്രത്തോളം വെള്ളമായിരിക്കും ഇതിലൂടെയൊക്കെ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണേ. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നത് കൊണ്ട് തന്നെ ഇതാ നെയ്യാറിൽ ഇപ്പോഴും നല്ല കലങ്ങൽ വെള്ളമാണ് ഇറങ്ങണത്. നെയ്യാറിൽ കാണിച്ചു തരാം, കണ്ടോ. പക്ഷേ കാണാൻ അടിപൊളി കേട്ടോ ഇവിടെ എല്ലാം. ഇതാ സജിതയാണ് മുന്നേ പോണത്. അവളാണ് നെയ്യാറ് കാണാത്തവൾ, തീർത്ഥക്കര വെള്ളച്ചാട്ടവും. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഈ ഒരു പട ഇത്രയും നെയ്യാറിലോട്ട് പോണത്. കേട്ടോ സജിതേ, നിനക്ക് വേണ്ടിയാണ് ഇത്രയും പട നെയ്യാറിലോട്ട് പോണത്. അങ്ങനെ അമ്മയൊക്കെ പോയിട്ടുള്ളതാണ്, നമ്മളും സ്ഥിരമായിട്ടൊക്കെ വരുന്നതാണ്. തോണിവിളത്തോട് നെയ്യാറിലേക്ക് എത്തുന്നതിൻ്റെ ഏകദേശം ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് നമ്മൾ പോണ വഴിയിലൊക്കെ. അപ്പോൾ അതാ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതിനടിയിലൂടെ കുനിഞ്ഞു വേണം പോയി. അമ്മച്ചേ, അത്യാവശ്യം വഴുക്കലുള്ളൊരു സ്ഥലമാണേ. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണേ ഇവർ. കണ്ടോ, ഇവിടെ എല്ലാം അത്യാവശ്യം ചറുക്കും നമ്മൾ നോക്കി പിടിച്ച് വന്നില്ലെങ്കിൽ. അപ്പോൾ ചെരുപ്പിടാതിരിക്കണമായിരിക്കും ഏറ്റവും നല്ലതേ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വഴുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിവിടെ നിന്ന് നടക്കുന്ന സ്ഥലം അത്യാവശ്യം ഡേഞ്ചറാണേ. നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, വീണ് കഴിഞ്ഞാൽ നമ്മളൊക്കെ നീന്തി വരും. അപ്പോൾ ഈ അമ്മയ്ക്കൊന്നും അധികം നീന്തലൊന്നും അറിയത്തില്ല ഇവർക്ക്. നമ്മൾ നെയ്യാറിലെത്തിയേ, നമ്മളെ തോണിവിളത്തോട് നമ്മുടെ നെയ്യാറിലേക്ക് എത്തിപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടേ. അടിപൊളി. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നമ്മൾ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കയം പോലത്തെ ഏരിയ ആണേ. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരേ സ്ലോപ്പായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണേ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെയ്യാറിലേക്ക് എത്തുന്ന സ്ഥലമാണ് ഡേഞ്ചർ എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറാണ്. നല്ല ശക്തമായിട്ടുള്ള വെള്ളം തന്നെ നെയ്യാറിലുണ്ടേ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല. നല്ല വെള്ളമുണ്ട് നെയ്യാറിൽ നിന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നെയ്യാറിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കോവിലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് മുകളിലെ. അപ്പോൾ അന്ന് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നെയ്യാറിൽ ഒരു ചെറിയൊരു മഴയെന്ന് തന്നെ പറയാം. അത്രയും മഴ പെയ്തപ്പോൾ തന്നെ നെയ്യാറിൽ ഇറങ്ങണ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ, ഇത് രാവിലത്തെ ഒഴുക്കാണ്. തീർത്ഥക്കരയിലൊക്കെ ഇറങ്ങണ വെള്ളം ഇന്ന് അടിപൊളി. നമ്മളെല്ലാവരും തീർത്ഥക്കരയുടെ തൊട്ട് താഴെ ഇരിക്കുകയാണേ. അടിപൊളിയേ. അപ്പോൾ നല്ല മട്ട ഇറങ്ങുന്നുണ്ട്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പെയ്ത ഒരു മഴയായിരുന്നു. ഇപ്പോഴാണ്
ഇങ്ങോട്ട് വെള്ളം എത്തിയത്. അങ്ങനെ നമ്മളിതാ നെയ്യാറിൽ എത്തിയിട്ടുണ്ട്. നെയ്യാറിലെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലം എന്ന് പറയുന്നതാണ് ഈ കാണുന്ന തീർത്ഥക്കര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അടിപൊളിയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ നെയ്യാറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഈ കാണുന്ന തീർത്ഥക്കര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അങ്ങനെ തോണിവിളത്തോട് ദാ ഈ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അണകാലിത്തോട്, തോണിവിളത്തോട് അതെല്ലാം കൂടെ ഈ ഭാഗത്തു നിന്ന് വന്ന് ദാ ഈ കാണുന്ന നെയ്യാറിലേക്ക് വന്ന് പതിക്കുവേ. അങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു തോണിവിളത്തോടെല്ലാം ചേർന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ വലിയൊരു ആറായിട്ട് നെയ്യാറായിട്ട് രൂപപ്പെട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും കിലോമീറ്ററുകൾക്കോളം താഴെ ചെന്ന് ആണ് അടുത്തൊരു ആറുള്ളത്. അടുത്ത് കല്ലാർ എന്ന് പറയുന്ന ഒരു ആറുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് കിലോമീറ്ററോളം താഴെയാണ്. അപ്പോൾ അതെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലേക്ക് ഇതിലെ ജലമെല്ലാം സംരക്ഷിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഈ സ്ഥലത്ത് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നെയ്യാറിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകളും ഒക്കെ എന്ന് പറയുന്നത്. നമ്മളിതാ താഴെ നിന്ന് കയറിയിട്ട് ഇനിയിപ്പോൾ ഇതിലേ തന്നെയാണ് തിരിച്ച് നമ്മൾ മേളിലേക്ക് നടക്കുന്നത്. രാവിലെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നെയ്യാറിൽ ഇത്രയും വെള്ളം. അല്ലെങ്കിൽ നമ്മൾ ഈ മാസങ്ങളിലൊക്കെ നെയ്യാറിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം വെള്ളമൊന്നും കാണത്തില്ലേ. അങ്ങനെ അത്യാവശ്യം ഇന്ന് വെള്ളമുണ്ട്. പിന്നെ ഞാനിറങ്ങി നെയ്യാറിൽ അടിപൊളിയായിട്ടൊരു കുളിയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നേ. സൂപ്പറായിരുന്നു. അടിപൊളി കുളിയൊക്കെ കുളിച്ചിട്ട് നമ്മളിതാ മുകളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ നമ്മൾ മീൻ പിടിക്കാനോ മറ്റ് സ്റ്റേയോ അത്തരത്തിലൊരു കാര്യങ്ങളും പ്ലാൻ ചെയ്തില്ല. ജസ്റ്റ് നമ്മുടെ അനിയത്തി ഉണ്ടല്ലോ അവളെയും പിന്നെ അമ്മയെയൊക്കെ ഇവിടെ വരെയൊക്കെ ഒന്ന് കണ്ടൊന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പം അങ്ങനെ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് തിരിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ നെയ്യാറിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീണ് കിടക്കുന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമേ. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴക്കാലം ആകുമ്പോൾ ഇതെല്ലാം കയറി ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഭാഗത്തെല്ലാം വെള്ളം കയറി പോവേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തായാലും ഈ നെയ്യാറിലൊക്കെ വന്ന് ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്കൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ്. നമ്മുടെ വീടിൻ്റെ ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം ആറ്റിലായിരുന്നേ. പക്ഷേ ഇത് വീട്ടിൽ നിന്നൊരു 3-4 കിലോമീറ്ററിനുള്ളിൽ വരുവേ നമുക്ക് നെയ്യാറിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിലേ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു യാത്രയ്ക്ക് സമയമെടുക്കുള്ളേ. അപ്പോൾ ഒരു അരമണിക്കൂർ അത്രയൊക്കെ വരത്തുള്ളൂ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നെയ്യാറിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു സമയം. കൂടിപ്പോയാലൊരു 3/4 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് നടക്കുവാണേ. രാവിലെ നമ്മൾ ഒരു മരമൊക്കെ കുഞ്ഞു പോയ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ പോയാലും ഉപ്പുവെള്ളത്തിൻ്റെ ആവശ്യം വരും. കാരണം ഇവിടെയൊക്കെ നല്ല ഈർപ്പമുണ്ട്. വേനലടിക്കുന്നുണ്ട്, വെയിൽ ചെറുതായിട്ടൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല. ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുളയട്ട അവിടെ തന്നെ കാണും, വേറെ എവിടെയും പോകത്തില്ല. അങ്ങനെ സജിത അപ്പുറത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. എന്തായാലും ഈ താഴെക്കൂടെ ഇറങ്ങി പോകണം തന്നെ നല്ലതെന്ന് തോന്നണം. മുകളിലൂടെ പോയാൽ ചിലപ്പം വഴുക്കൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ച് താഴെക്കൂടെ തന്നെ ഇങ്ങനെ പോകാം. ഇവിടെയൊക്കെ നല്ല രസമാണേ കാണാനായിട്ട്. പക്ഷേ കുളയേട്ട അതിന് ഒരു ശമനമില്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ കുളയേട്ട ഇവിടെ എല്ലാം ഉണ്ട്. വീട്ടിൽ നിന്ന് നെയ്യാർ വരെ വരുന്ന സ്ഥലത്ത് ഈ ആറ്റിനകത്തൂടെ പോണ സ്ഥലത്ത് മാത്രം കുറവെന്ന് പറഞ്ഞാൽ ആറ്റിനകത്ത് ആറിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഈ കാടുകളിലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് കുളയട്ടയാണ്. നെയ്യാറിൻ്റെ ഉൾഭാഗങ്ങളിലായാലും അതുപോലെ പേപ്പാറ ആറിൻ്റെ ഉൾഭാഗങ്ങളിലായാലും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പുഴകളുടെയൊക്കെ സൈഡിലായാലും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലും കാണപ്പെടുന്ന മരം എന്ന് പറയുന്നത് ഈ കാണുന്ന മരമാണ്. ഇതിൻ്റെ പേര് ഇലിപ്പ എന്നാണ് ഇവിടെ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ നാട്ടും പ്രദേശത്തൊക്കെ ഇതിനെ പറയുന്ന പേര് ആറ്റുവഞ്ചി എന്നാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. ഈ എത്ര വെള്ളം ഇങ്ങനെ ആറ്റിലൂടെയൊക്കെ വന്നു പോയാലും ഈ മരം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഈ ഇലിപ്പ മരം അല്ലെങ്കിൽ ആറ്റുവഞ്ചി മരം അതിങ്ങനെ കടപുഴകി വീണ് കിടക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ നിൽക്കുന്നതെല്ലാം
ഈ ആറ്റുവഞ്ചി മരങ്ങളാണ്. അപ്പോൾ അതിന് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. ഇവിടെ ഒരു മരം ഇങ്ങനെ കടപുഴകി ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇത് കുനിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമുക്കിത് കുനിഞ്ഞു പോകുമ്പോൾ മച്ചേ രാവിലെ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോണത്. അപ്പോൾ നമ്മൾ 7 പേരും ഉണ്ട്. രാവിലെ ഈ ആറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആ ആറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നെയ്യാറിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വരുന്നത് വരെ നല്ല വെള്ളമുണ്ട്. ഇവിടെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തോണിയുള്ള തോട്ട്. ഇനി നമ്മളിതാ തിരിച്ച് ഈ ഒരു തേരി കയറി മുകളിലേക്ക് പോണേ. രാവിലെ ഇതൊക്കെ സിമ്പിളായിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ ഇനി ഇതൊക്കെ കയറിപ്പോകാൻ അല്പം പാടായിരിക്കുമേ. രാവിലെ ചുളാ ഇറങ്ങി വന്ന് ഇനി ഇതെല്ലാം അതേപോലെ തിരിച്ച് കയറിയാൽ മാത്രമേ നമുക്ക് മുകളിലത്തെ പുൽമേട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെത്തിക്കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഇറങ്ങി വന്ന ആദ്യത്തെ നെയ്യാർ ഫയർ റെയിനിലേക്ക് നമ്മൾ എത്തിപ്പെടത്തുള്ളേ. അപ്പോൾ ഇവിടെ ഈ വഴിയിലൊക്കെ കാണുന്നത് ഇതെല്ലാം ചൂരലാണേ. നമ്മുടെ പോലീസുമാർ ഉപയോഗിക്കുന്ന ലാത്തി, അതിൻ്റെ ചൂരലാണ് ഇതെല്ലാം. ഇതിൻ്റെ ചെടിയുടെ തണ്ട് വെട്ടിയാണ് ലാത്തിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ്ട ഇവിടെ കിടപ്പുകൊണ്ട് കുറേ ഇങ്ങനെ. ഇതിൻ്റെ പഴമുണ്ട്, ഇതിന് പഴമുണ്ട്, അത് നമ്മൾ കഴിക്കാനൊക്കെ പറ്റും. പച്ചക്കാടുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിതാ ഈ പുല്ലും അത്യാവശ്യം മരക്കാടുകളുമുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മുകളിലാണ് നമ്മൾ രാവിലെ വന്നപ്പോഴേ കടന്ത കണ്ടത്, കുറച്ച് മുകളിൽ. ഇപ്പം വേനൽ സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ കടന്തകൾ കൂട് വയ്ക്കുന്നതും അതുപോലെ തേനീച്ചകൾ തേൻ വയ്ക്കുന്നതും പിന്നെ പാമ്പുകളൊക്കെ മുട്ടയിടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സമയമാണ് ഈ മാസങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ കാട്ടിലേക്ക് കയറി പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളിതാ പുലയൻ തേനറത്തെ പേവിൻ്റെ അവിടെ തിരിച്ച് നമ്മൾ വന്നെത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ കാണാൻ അടിപൊളിയാണേ. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ് പിടിച്ച് കിടപ്പുണ്ട് ഈ പ്രദേശമെല്ലാം. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതോടൊപ്പം തന്നെ വേനലടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കരിഞ്ഞുണങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു വഴിയുള്ളത്. പുലയൻ തേനറത്ത് പേവിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർത്ഥക്കരയിലെ ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിപ്പെടും. അത് ഈ വഴിയാണേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ വഴി കൂടെയാണ് അങ്ങോട്ട് പോയത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വഴി കൂടെയാണ് പോയത്. തിരിച്ച് നമ്മളിതാ ഇതിലേക്കൂടെ യാത്ര ചെയ്യുവാണേ. അങ്ങനെ കുറേ കാടൊക്കെ അടിച്ച് കയറി നമ്മൾ നെയ്യാറിലെത്തി. നെയ്യാറിലെ കാഴ്ചകളൊക്കെ കണ്ടു, കുളിച്ചു. അതിനുശേഷം തിരികെ അണകാൽ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ട് പിറകിൽ നമ്മൾ എത്തിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഈ വഴിയൊക്കെ ഡേഞ്ചർ. കാരണം നിരവധി വന്യമൃഗങ്ങൾ ഈ വഴിയിലൊക്കെ എത്തിപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ഈ ആന തന്നെയാണ് ഈ കറക്റ്റ് ഈ വഴി നീളെയാണ് അണകാലിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അണകാലിലേക്ക് എത്തിപ്പെട്ടിട്ട് അവിടുത്തെ കുറേ കൃഷിയും ഒക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയും. ഇതിൻ്റെ ഈ സെറ്റിൽമെൻറ്റിൻ്റെ ചുറ്റും വേലി അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് അണകാൽ സെറ്റിൽമെൻറ്റിൽ എത്തുകയും അവിടുത്തെ നിരവധി കൃഷികളൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ കാട്ടാനകൾ സ്ഥിരമായിട്ട് വരുന്ന സമയത്ത് നശിപ്പിക്കും കേട്ടോ. ഇതെല്ലാം അവർക്ക് കുറേ റിസർവ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് കൃഷിവിളകളായിട്ട് വന്ന് തിട്ടപ്പെടുത്തി കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളല്ല. അപ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ രീതിക്കുള്ള കസ്തൂരി മഞ്ഞളുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ കസ്തൂരി മഞ്ഞളുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. അതൊക്കെ ഈ കാട്ടാന തന്നെ അതൊക്കെ കുറേയൊക്കെ നശിപ്പിച്ചു. പിന്നെ കുറച്ച് അവിടെയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ യാത്ര കഴിഞ്ഞ് തിരികെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ അങ്ങനെ അണകാലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവളാണ് തീർത്ഥക്കര കാണാത്തത് നമ്മുടെ വീട്ടിലുള്ള. അപ്പോൾ നമുക്കെന്തായാലും സജിതയുടെ അടുത്ത് നമ്മുടെ തീർത്ഥക്കര വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. സജിതേ അവിടെ നിന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇവർക്ക് ക്യാമറയിലൊക്കെ നോക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ കൂടുതലൊന്നും സംസാരിക്കാത്തത് കേട്ടോ. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞതാ അണകാലിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇത് അണകാലിൽ നിന്നും തൊണ്ടങ്കല്ലിലേക്ക് പോകുന്നൊരു വഴിയാണ് ഈ ഒരു വഴിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുടുതിക്കള.
അണകാലിലെ. അപ്പോൾ ഇതിൻ്റെ ഇടത്തെ സൈഡ് പേപ്പാറ വന്യജീവി സങ്കേതവും ഈ കളത്തിന് വലത്തെ സൈഡ് നെയ്യാർ വന്യജീവി സങ്കേതവുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു മനോഹരമായിട്ടുള്ളൊരു പുൽമേടാണ്. അത് അങ്ങ് പൊങ്ങി കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ നാച്ചിയാർ മോട്ട. അപ്പോൾ നാച്ചിയാർ മോട്ടയുടെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതാണേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന ജസ്റ്റ് ചെറിയൊരു വഴി പോലെ കാണാമല്ലോ ഫ്രണ്ടിലൂടെ. അപ്പോൾ ഇതിലെ ഒരു 1.5 കിലോമീറ്റർ, ഈ കളത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടൻകല്ല് എന്ന് പറയുന്നൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുമേ. അപ്പോൾ അങ്ങനെ നെയ്യാറിലൊക്കെ പോയിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവരെല്ലാം മുന്നിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അണകാലൂരാണ്. അപ്പോൾ ഇത് അണകാലൂരിൽ പ്രധാനമായിട്ടും വാഹനങ്ങൾ എത്തിപ്പെടുന്നൊരു വഴിയാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയെന്ന് പറയുന്നത്. അപ്പോൾ അണകാല് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങൾ പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെട്ടിട്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ പറയുവാണ്, നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഇന്ന് നമ്മൾ ചെയ്ത പോലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ നെയ്യാറിൻ്റെ കാഴ്ചകളും നെയ്യാറിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ അണകാൽ എന്ന് പറയുന്ന ഊരിൽ നിന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല വീഡിയോകൾ വരും, നല്ല കാഴ്ചകൾ വരും. അതുപോലെ തന്നെ എൻ്റെ നാട് വിട്ട് പുറത്ത് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.